ഓട്സ് കൊണ്ട് എന്നും ഒരേപോലെയുള്ള വിഭവങ്ങൾ കഴിച്ചു മടുത്തെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു തുള്ളി എണ്ണയോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും വേണ്ട. ഒരു കപ്പ് റോൾഡ് ഓട്സ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും ഉപ്പും കൂടി ചേർക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ചൂടായ ദോശ പാനിലേക്ക് മാവ് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ല ബോൾ പോലെ പൊങ്ങി വരും. ഓട്സ് കൊണ്ട് എന്നും ഒരേപോലെയുള്ള വിഭവങ്ങൾ കഴിച്ചു മടുത്തെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു തുള്ളി എണ്ണയോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും വേണ്ട. ഒരു കപ്പ് റോൾഡ് ഓട്സ് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് കുതിർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ മുളക് പൊടിയും ഉപ്പും കൂടി ചേർക്കാം. കുതിർത്ത് വെച്ചിരിക്കുന്ന ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും കൂടി ചേർത്ത് മിക്സ് ചെയ്താൽ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇത് മിക്സ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ചൂടായ ദോശ പാനിലേക്ക് മാവ് ഒഴിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കണം. നല്ല ബോൾ പോലെ പൊങ്ങി വരും.